ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. 2025 UPSC സിവിൽ സർവീസ് എക്സാമിൻ്റെ 21ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: വിത്ത് റെഫറൻസ് ടു ദ പ്ലാനറ്റ് എർത്ത് കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് നമ്മുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിലേതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: റെയിൻ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് മോർ ഓക്സിജൻ ദാൻ ദാറ്റ് പ്രൊഡ്യൂസ് ബൈ ഓഷ്യൻസ്. നമ്മുടെ സമുദ്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലും കൂടുതൽ ഓക്സിജൻ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളോട് പറയുന്നത്? റെയിൻ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഏകദേശം 20 മുതൽ 28% ഓക്സിജനാണ് നമ്മുടെ റെയിൻ ഫോറസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. എന്നാൽ ഏകദേശം 50 മുതൽ 80% വരെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സമുദ്രങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയാം? ഓപ്ഷൻ എയും ക്യാൻസൽ ചെയ്ത് കളയാം, ഓപ്ഷൻ സിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. മറൈൻ ഫൈറ്റോപ്ലാങ്ക്ടൺ ആൻഡ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ പ്രൊഡ്യൂസ് അബൌട്ട് 50% ഓഫ് വേൾഡ്സ് ഓക്സിജൻ. ഞാൻ കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ സമുദ്രങ്ങളും അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയം ഒക്കെ ചേർന്നിട്ട് നമ്മുടെ 50 മുതൽ 80% പ്ലാനറ്റ് എർത്തിൻ്റെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരം എന്ത് വരും? നൺ ഓഫ് ദ എബോവ് ആയിരിക്കത്തില്ല. പിന്നെ ഏതാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള only 2 ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് 22ാമത്തെ ചോദ്യം നോക്കാം. 22ാമത്തെ ചോദ്യം ഇതാണ്: ഇൻ ദ കോണ്ടെസ്റ്റ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററീസ് കൺസിഡർ ദ ഫോളോവിങ് എലമെൻറ്റ്സ്. നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളിലെ ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് 4 എലമെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ എത്ര എണ്ണമാണ് അതിൻ്റെ കാഥോഡ് നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് എലമെൻറ്റുകൾ? കൊബോൾട്ട് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, ലിഥിയം ഉണ്ട്, നിക്കലുണ്ട്. അപ്പോൾ ഈ എലമെൻറ്റുകളിൽ ദ ഗ്രാഫൈറ്റ് ഉണ്ടല്ലോ, ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിഥിയം അയൺ ബാറ്ററികളിൽ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? ആനോഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാഫൈറ്റ് കളയാം. ഈ ഗ്രാഫൈറ്റ് കളഞ്ഞിട്ടുള്ള ബാക്കി 3 എണ്ണം, അതായത് കൊബോൾട്ടും നിക്കലും ലിഥിയവും എല്ലാം എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? കാഥോഡ് നിർമ്മിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിട്ട് വരും? only 3. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് 23ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 23ാമത്തെ ചോദ്യം ഇതാണ്: നമുക്കിവിടെ ഒരേ കാറ്റഗറിയിൽ വരുന്ന 3 കെമിക്കൽ സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇവ 3 ഒന്നല്ല കേട്ടോ. ഇവയുടെ കെമിക്കൽ ഫോർമുലയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളുണ്ട്. ഇവ 3ഉം ഡിഫറെൻ്റ് ആണ്, എന്നാൽ ഇവ 3ഉം ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. ചുരുക്കത്തിൽ ഇവയുടെ ഉപയോഗം എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇവ 3 നമ്മുടെ വാർത്തകളിൽ ഇടം നേടിയത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു സംഭവം നമ്മുടെ വാർത്തകളിൽ ഇടം നേടിയത്. ഇവ 3ഉം എന്താണ്? ഇവ 3ഉം ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ദീസ് ആർ എക്സ്പ്ലോസീവ് ഇൻ മിലിറ്ററി വെപ്പൺസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. നമ്മുടെ വാർത്തകളിൽ ഇത് ഇടം പിടിക്കുവാനുള്ള കാരണം ഇവ 3ഉം ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളായതുകൊണ്ടാണ്. ഇനി നമുക്ക് 24ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 24ാമത്തെ ചോദ്യം ഇതാണ്: നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ എത്ര സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി തെറ്റെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: നോ വൈറസ് ക്യാൻ സർവൈവ് ഇൻ ഓഷ്യൻ വാട്ടേഴ്സ്. സമുദ്രജലത്തിൽ ഒരു വൈറസിനും സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മുടെ സമുദ്രജലത്തിൽ അനേകം കണക്കിന് വൈറസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: നോ വൈറസ് ക്യാൻ ഇൻഫെക്ട് ബാക്ടീരിയ. ബേസിക്കായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് എന്ത്? ബാക്ടീരിയോഫേജസ് ഓർ ഫേജസ്. എന്താണ്? ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകൾ. എന്താണ് അവയെ വിളിക്കുക? നമ്മൾ ബാക്ടീരിയോഫേജസ് അല്ലെങ്കിൽ ഫേജസുകൾ എന്ന് വിളിക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: നോ വൈറസ് ക്യാൻ ചേഞ്ച് ദ സെല്ലുലാർ ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവിറ്റി ഇൻ ദ ഹോസ്റ്റ് സെൽസ്. ശരിയാണോ? അല്ല. എങ്ങനെയാണ് വൈറൽ പ്രോട്ടീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവയുടെ ഹോസ്റ്റിലുള്ള ട്രാൻസ്ക്രിപ്ഷണൽ മെഷീനറിനെ മുഴുവൻ അൾട്ടർ ചെയ്തുകൊണ്ടാണ് അവ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വൈറൽ പ്രോട്ടീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് വരും? ഓപ്ഷൻ ഡി ആണ്. നൺ ഓഫ് ദ എബോവ് ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക.